അരനൂറ്റാണ്ട് കാലം തലശ്ശേരിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ വാഴയിൽ ശശി വിടവാങ്ങി. 20 വർഷം മുമ്പാണ് ശശി കോയമ്പത്തൂരിൽ വെച്ച് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. തുടർന്ന് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അദ്ദേഹം കോവിഡ് കാലത്ത് നഗരത്തിന്റെ നാനാഭാഗത്തും പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ച് 7 ദിവസം നീണ്ടുനിന്ന തലശ്ശേരി കാർണിവലിന് ചുക്കാൻ പിടിച്ചത് വാഴയിൽ ശശിയായിരുന്നു. സ്പീക്കർ AN ഷംസീർ, നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ എന്നിവർക്കൊപ്പം വാഴയിൽ ശശി രാപ്പകലില്ലാതെ നടത്തിയ പ്രവർത്തനമാണ് തലശ്ശേരി കാർണിവലിനെ വിജയത്തിലേക്ക് നയിച്ചത്. തലശ്ശേരിയിലെ CPIM-ന്റെ ഏറ്റവും മികച്ച സംഘാടകനും നേതാവുമാണ് അദ്ദേഹം. മികച്ച സംഘാടകനാണ്, മികച്ച സഹകാരിയാണ്, ഒപ്പം നല്ല സഹൃദയനുമാണ്. തലശ്ശേരിയിൽ അദ്ദേഹം ആരംഭിച്ച പഴം പച്ചക്കറി സൊസൈറ്റി, അത് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വം ആരംഭിച്ചു. അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അതിന്ന് തലയെടുപ്പോടെ നിൽക്കുന്നു. അതോടെ തന്നെ അദ്ദേഹം സഹകരണ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നല്ല പങ്കുവഹിച്ച ആളാണ്. ഇപ്പോൾ സമീപകാലത്താണ് പാർലമെൻറ്റ് രംഗത്തേക്ക് വന്ന് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി നല്ല രീതിയിൽ ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദീർഘകാലത്തിന് ശേഷമാണ് തലശ്ശേരിയിൽ കാർണിവൽ സംഘടിപ്പിച്ചത്. ആ കാർണിവലിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചു. ഒരുപക്ഷെ തലശ്ശേരിയിലെയും കണ്ണൂരിലെയും ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു കാർണിവൽ. അത് സമ്മാനിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സംഘാടന മികവാണ് തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം രോഗബാധിതനായിരുന്നു. കാർണിവൽ സംഘടിപ്പിക്കുമ്പോൾ തൻ്റെ രോഗമൊന്നും ഇതിനെ ബാധിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ആ രോഗത്തെ പോലും കൂസാതെ അദ്ദേഹം മുഴുവൻ സമയം ഈ കാർണിവലിൻ്റെ പ്രവർത്തനത്തിലൂടെ നീങ്ങി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം തലശ്ശേരിക്ക് കനത്ത നഷ്ടമാണ്. തലശ്ശേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ നിലനിന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അസുഖം മൂർച്ഛിച്ചത്. തലശ്ശേരിയിലെ CPIM-ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം തലശ്ശേരി മുനിസിപ്പാലിറ്റിക്കും ഒരു മികച്ച ഭരണാധികാരി നഷ്ടപ്പെടുകയാണ്. കാർണിവൽ സമാപിച്ചതിന്റെ 3-ാം ദിവസമാണ് വാഴയിൽ ശശിയെ അസ്വസ്ഥതകളെ തുടർന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ നിന്നും കൂടുതൽ വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോടേക്ക് മാറ്റി. ബീഡി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് ബാലസംഘത്തിൽ കൂടി സംഘടനാ രംഗത്തേക്ക് കടന്നുവന്ന് DYFIയുടെ തിരുവങ്ങാട് വില്ലേജ് സെക്രട്ടറിയായും തലശ്ശേരി ബ്ലോക്ക് ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും തലശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ വാഴയിൽ ശശിയുടെ വേർപാട് ദുഃഖകരവും വേദനാജനകവുമായ ഒരു കാര്യമാണ്. അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 18 വർഷം മുമ്പ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഒരാളാണ്. അക്കാലത്ത് ഗുരുതരമായ രോഗബാധിതനെ തുടർന്ന് ദീർഘകാലം ചികിത്സയിലായിരുന്നു. പക്ഷേ ട്രാൻസ്പ്ലാന്റേഷനെ തുടർന്ന് പൊതുപ്രവർത്തന രംഗത്ത് പഴയകാലത്തെ പോലെ തന്നെ തിരിച്ചു വരികയും എല്ലാവരോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുകയും ചെയ്ത വിധത്തിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 1977 പാർട്ടി അംഗമായി. CPIM തിരുവങ്ങാട് ലോക്കൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു. തലശ്ശേരി സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. തലശ്ശേരി റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ്, പഴം പച്ചക്കറി സൊസൈറ്റിയുടെ പ്രസിഡന്റ്, കോപ്പറേറ്റീവ് പ്രസിന്റെ പ്രസിഡന്റ് എന്നീ മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. തലശ്ശേരി ജനറൽ ആശുപത്രി വികസന സമിതി അംഗമാണ്. തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എന്ന നിലയിൽ തലശ്ശേരി നഗരസഭയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വാഴയിൽ ശശിക്ക് സാധിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിനിടയിൽ വിവിധ ഘട്ടങ്ങളിൽ ജയിൽവാസവും അനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാര്യ K. സുജയ, മക്കൾ സിജിൻ പുന്നോൽ, സിൻസി, മരുമക്കൾ ദിനിഷ, മിഥുൻ. ഒരു ബീഡി തൊഴിലാളിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് പ്രവർത്തിച്ചത്. തൊഴിലാളി പ്രസ്ഥാനത്തിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അദ്ദേഹം സജീവ പ്രവർത്തകനായി. അന്തരിക്കുന്ന അവസരത്തിൽ CPM-ൻ്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായി. അതോടൊപ്പം തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് സഖാവ് വാഴയിൽ ശശി. സമഗ്ര ന്യൂസ്, പാനൂർ.